പാടൊരു കുഴപ്പം നിന്നെ കൂടി ഇതിനകത്തോട്ട് കയറ്റാത്തതാ. എത്ര നേരം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒറ്റയ്ക്കിരിക്കുന്നത്. നീ കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ ഇവിടെ സുഖവാസത്തിന് വന്നതല്ലേ മിണ്ടിയും പറഞ്ഞിരിക്കാൻ. സാറിന് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോ എന്തായിരുന്നു അവസ്ഥ എന്ന് വല്ല ഓർമ്മയുണ്ടോ? എല്ലാവരെയും പേടിപ്പിച്ചു കളഞ്ഞില്ലേ? ഞാൻ എന്താ ചത്തുവെന്ന് വിചാരിച്ചോ? എടോ, അത്ര പെട്ടെന്ന് ഞാൻ പോകത്തില്ലടോ പിള്ളേ. ഇവൻ കൂടെ ഉള്ളപ്പോഴേ കാലിന് പോലുവേ എന്റെ അടുത്തൊരു പേടിയാടോ. കാരണം എന്തുവാ? ഇവൻ കാലിനെ പിടിച്ചിടിക്കും. അതെ അതെ, ഇപ്പൊ വീട്ടിലുള്ളവരൊക്കെ പേടിച്ചിരിക്കായിരിക്കും. ഒരല്പം കൊണ്ട് പേടിക്കട്ടെ. എല്ലാരുവേ ഇവന്റെ മേലോട്ടല്ലേ ബഹളത്ത് വരുന്നേ. ഇവനിങ്ങനൊരു പാവം എല്ലാം കടിങ്ങനെ നിൽക്കാനായിട്ട്. അതെ അച്ഛാ, ഇനിയിപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഇങ്ങനെ കൂടുതൽ സങ്കടപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത്. എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം. ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നിലും കയറി ഇടപെടരുതെന്നാ ഞാൻ പറഞ്ഞത്. കേട്ടല്ലോ? എടാ, എന്ത് ഞാൻ സഹിക്കും. പക്ഷെ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. ആരാടാ? അത് മറ്റേ ക്യാഷ് തരാനുള്ള ഒരാളാ. അച്ഛാ, ഒരു അത്യാവശ്യമുണ്ട്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. അല്ല, നീ എവിടെ പോവാ? ഞാൻ ഇപ്പൊ വരാം, അച്ഛൻ ഇവിടെ ഇരിക്കേ. മാഡം, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ പ്രോജക്റ്റ് പ്ലാമൂട്ടിൽ ഗ്രൂപ്പ് ആഗ്രഹിച്ചതാണ്. മന്ത്രി നടത്തിത്തരുന്ന സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ മേഡമായിട്ട് ഇതിൽ വെറുതെ ഒരു ഇടം കൊള്ളിടാൻ വരരുത്. അല്ല, മേഡത്തിന് എന്താന്ന് വെച്ചാ ഞങ്ങൾ ചെയ്തു തന്നോളാം. ഒരുപാട് രാഷ്ട്രീയക്കാർ ഈ പ്രോജക്റ്റ് സഹകരിച്ച് പുറത്തു നിൽക്കൊണ്ട് വേണം. അവരൊന്നും രംഗത്തിറക്കാതെ ഞങ്ങൾ തന്നെ നേരിട്ട് ഇറങ്ങിയത്. നേരത്തെ സാർ സൂചിപ്പിച്ച പുണ്യം മേഡത്തിനും കൂടി കിട്ടാൻ വേണ്ടിയാ. നിങ്ങൾ മിനിസ്റ്ററുടെ മുന്നിലിരുന്ന് ചെറുവള്ളിപ്പാടം എടുത്തിട്ടപ്പോഴേ നിങ്ങൾക്ക് പിന്നിൽ വരാവുന്ന രാഷ്ട്രീയക്കാരുടെ മുഖമൊക്കെ എന്റെ മുന്നിൽ തെളിഞ്ഞത്. അതാരൊക്കെ ആയിരിക്കുമെന്ന് എന്റെ നാവ് കൊണ്ട് തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. മന്ത്രിയെ പറഞ്ഞ് മോഹിപ്പിച്ച് ഇതിലേക്ക് എടുത്തു ചാടിച്ചതുപോലെ എന്നെ ചാടിക്കാൻ നോക്കണ്ട. എല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷമേ എന്നിൽ നിന്നും ഒരു അനുകൂല നടപടി ഉണ്ടാവും. പിന്നെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ എന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് വരാനുള്ള സാധ്യതയില്ല. അതൊന്നും മനസ്സിൽ വെച്ചേക്ക്. അല്ല, പിന്നീട് പെട്ടെന്ന് കേൾക്കുമ്പോ ഷോക്ക് ആവണ്ട. ശരി മാഡം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നേരായ വഴിയിൽ ഇവളിതിനെ സമ്മതിക്കൊന്നും തോന്നുന്നില്ല. ഒരിക്കൽ ഞാൻ ഇവളുടെ നേരം നിറയൊഴിച്ചതാ. പക്ഷെ അത് മാണിക്കോത്തുകാരെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവളുടെ പോക്ക് ഈ രീതിയിൽ തന്നെ ആണെങ്കിൽ. ചേട്ടാ, ഈ ശിവൻ എന്ന് പറയുന്ന ആളുടെ റൂം ഏതാ? ആരാ? എന്റെ ആശാനാ. ഇവിടുന്ന് വലതുവശത്തായി കാണുന്ന രണ്ടാമത്തെ മുറിയാ, റൂം നമ്പർ 108. ആ, ഓക്കെ. ഇത് വല്ലാത്ത കഷ്ടം തന്നെയാ പ്രകാശേ, തടവ് പുള്ളികളെ പോലെ. പ്രേമാകുമ്പോ ഇങ്ങനെ തന്നെയാ. വിവാഹത്തിന് മുമ്പ് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാ. പിന്നെ ചേട്ടനല്ലേ നമ്മളെ സഹായിക്കാനുള്ളത്. അതെ അതെ, എന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ആരാ? എന്റെ പേര് കമലൻ. എന്റെ ആശാനാ ശിവൻ. ഞാൻ നിങ്ങക്ക് ഭക്ഷണം കൊണ്ടുവന്നതാ. അയ്യോ, പേടിക്കണ്ട, ഞാൻ വന്നത് ആരും കണ്ടിട്ടില്ല. ഏട്ട വന്നില്ലേ? ആശാനൊരു ഹോസ്പിറ്റൽ കേസ് പെട്ട് നിൽക്കുവാ. പിന്നെ രജിസ്ട്രേഷൻ ഉച്ച കഴിഞ്ഞിട്ടല്ലേ നടക്കുള്ളൂ. ആ സമയത്തേക്ക് ആശാൻ വന്നോളൂ.
ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുവായിരുന്നു. അതാ വാതില് തട്ടിയപ്പോ ആദ്യം തുറക്കാതിരുന്നത്. എനിക്ക് തോന്നി. പിന്നെ ഇങ്ങോട്ടേക്കൊന്നും അധികം ആരും അന്വേഷിച്ചു വരാനുള്ള സാധ്യതയില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കേ. ഞാൻ ആശാനെ വിളിച്ചിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് വരാം. ആ ശരി. നിർത്തി, വണ്ടി നിർത്തി. ഞാൻ പിന്നെ വിളിക്കാം. നീ എന്താടാ ഇവിടെ? ഇവിടെ ഒരാളെ കാണാമെന്നതാ. ലോഡ്ജിലോ? എന്താടാ വല്ല ചുറ്റിക്കളിയാണോ? അല്ല, എന്റെ ആശാനെ കാണാൻ വേണ്ടി വന്നതാ. അത് ശരി, നിന്റെ ആശാൻ ഈ ലോഡ്ജിലാണോ താമസിക്കുന്നത്? ഇതൊരു വശപ്പിശവ് പിടിച്ച ലോഡ്ജാണല്ലോടാ. അല്ല, അങ്ങനെയൊന്നും ഇല്ല സാറേ. എങ്ങനൊന്നും ഇല്ലാന്ന്? അല്ല, സാറ് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല സാറേ. എന്നാ പിന്നെ ഇവന്റെ ആശാന്റെ താമസ സ്ഥലം ഒന്ന് നോക്കി പരിശോധിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനൊന്നും ഇല്ലെന്ന് നമ്മൾ തറപ്പിച്ച് പറയുമ്പോഴേ എന്തെങ്കിലും ഉണ്ടായാലോ? വാടോ, നടക്കടാ അങ്ങോട്ട്. സാറേ, മിണ്ടാ, നടക്കടാ. സാറേ ഒന്ന് പറയുന്ന കേൾക്കുക. ആ രജിസ്റ്റർ നോക്കട്ടെ. എന്താടാ ഒരു പരിങ്ങല്? ഒന്നുമില്ല സാർ. ഞങ്ങൾ കയറി പരിശോധിച്ചതിന് ശേഷവും ഒന്നും ഉണ്ടാകരുത്. ഉണ്ടായാൽ നീ പിന്നെ കിടക്കുന്നത് എവിടെ ആയിരിക്കും അറിയാമല്ലോ. അറിയാം സാർ. ഞങ്ങൾക്ക് ആ ശിവന്റെ റൂമൊന്ന് പരിശോധിക്കണം. അവിടെ ആളുണ്ട് സാർ, 2 പേരുണ്ട്.